എസ്എഫ്ഐയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ട്. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് തിരുവനന്തപുരത്തെ മാർച്ചിൽ സംയമനം പാലിക്കുന്നുണ്ട്. പ്രവർത്തകർ നൂറുകണക്കിന് പേർ അണിനിരക്കുകയാണ് തിരുവനന്തപുരത്തെ ലോക് ഭവൻ മാർച്ചിൽ. ആ മാർച്ചിൽ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തകരെ പിരിഞ്ഞുപോകാൻ ഉള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗം 1-2 തവണ നടത്തി, 2-3 തവണ നടത്തിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും നേരിട്ട് പോലീസിന്റെ ബാരിക്കേഡിന്റെ മുകളിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ബാനർ ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. AK സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, പ്രവർത്തകർ ഇപ്പോൾ ശാന്തരാണ്. അഭിസംബോധന ചെയ്യുകയാണോ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകരെ? അതെ, സംസ്ഥാന സെക്രട്ടറിയുള്ള PS സഞ്ജീവ് ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഏതായാലും മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇനി SFI പോകില്ല. കൃത്യമായ ആ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് സഞ്ജീവ് പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംയമനത്തോടെയാണ് ഇത്രയും നേരവും നിന്നത്. SFI വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഏതായാലും ബാരിക്കേഡ് തള്ളിമാറ്റാൻ നിരന്തരമായ ശ്രമം എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു. ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റർ ഉയർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസിന് നേരെ ആദ്യഘട്ടത്തിൽ ചെറിയ കല്ലുകൾ എടുത്ത് എറിഞ്ഞിരുന്നു. പൊടി കെട്ടിക്കൊണ്ടുവന്ന ഈ പൈപ്പ് അതെടുത്തെറിഞ്ഞിരുന്നു. അപ്പോഴും സംയമനം പാലിച്ചുകൊണ്ടായിരുന്നു പോലീസ് നിന്നിരുന്നത്. ഏതായാലും നിലവിൽ SFI സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സ്ഥിതി ശാന്തമാണ് എന്നാണ് AK സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് സംസാരിച്ചു. പ്രവർത്തകരോട് ശാന്തരായി പിരിഞ്ഞു പോകാനുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംഘർഷം ഇനി ഉടലെടുക്കില്ല എന്നൊരു പ്രതീക്ഷയാണുള്ളത്. പോലീസും അങ്ങനെ സംയമനം പാലിച്ച് നിൽക്കുകയായിരുന്നു. സംസ്ഥാനത്തെ മറ്റ് ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൊച്ചിയിലേക്ക് പോകാം. രാഗിൻ ചെയ്യുന്നുണ്ട്. രാഗിൻ, നേരത്തെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാവരെയും അവിടെ നിന്നും ഈ പ്രതിഷേധ വേദിയിൽ നിന്നും LIC ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഈ മാർച്ചിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത് കേടിന് സമീപം പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കൾ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരുന്നു. കാരണം ഈ BSNL ഓഫീസിലേക്കാണ് SFI മാർച്ചുമായി എത്തിയത്. മാർച്ചുമായി എത്തിയ ഘട്ടത്തിൽ BSNL ഓഫീസിന് ഏകദേശം മുൻപ് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരുന്നു. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രമിച്ചു. ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമം, പോലീസ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഇത് ഏറെ നേരം നീണ്ടുനിന്നു. അതിനിടെ ചില പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തുകൂടി മറികടന്ന് BSNL ഓഫീസിലേക്ക് പോകാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് ലാത്തി വീശി. ഇതിനു പിന്നാലെ പ്രവർത്തകർ കൂടുതലായി, SFI പ്രവർത്തകർ കൂടുതലായി ഈ ബാരിക്കേഡിന് മുകളിലൂടെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കുറെ പേർ അങ്ങോട്ട് പോയി. ആ ഘട്ടത്തിലാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതോടുകൂടി പ്രവർത്തകർ ഇവിടെ നിന്ന് ചിതറിയോടി. അങ്ങനെ ചിതറിയോടുന്ന ഘട്ടത്തിൽ ചില ടിയർ ഗ്യാസുകൾ തിരിച്ച് പ്രവർത്തകർ പോലീസിന് നേരെയും എറിയുന്ന കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രവർത്തകർ ഇപ്പോൾ പലരും ആ സ്ഥലത്ത് തന്നെ മടങ്ങി എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ എത്തി മുദ്രാവാക്യം വിളിച്ച് റോഡിൽ കുത്തിയിരുന്നു. പിന്നാലെ ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്യുകയാണ്. പോലീസ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏറെ നേരം ഈ ഒരു സംഘർഷാവസ്ഥ, ഈ ഒരു വിഷയം ഇവിടെ നിലനിന്നു പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തിങ്ങിത്തിണഞ്ഞു നിൽക്കുന്നു. പോലീസ് ബാരിക്കേഡിന് അപ്പുറത്ത് തന്നെയുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയാണ്. മുദ്രാവാക്യം നേരത്തെ വിളിച്ചിരുന്നു. ഇപ്പോൾ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബാരിക്കേഡൊക്കെ തന്നെ പ്രവർത്തകർ തള്ളി നീക്കി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. തുടർന്ന് പോലീസ് ലാത്തി വീശുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഷീൽഡ് പ്രവർത്തകർ വലിച്ചെറിയുന്ന അവസ്ഥയും ഉണ്ടായി. മാത്രമല്ല ഇപ്പോൾ സ്ഥിതിഗതികൾ തൽക്കാലം ശാന്തമാണ്. ഇനി ഈ പ്രവർത്തകരുടെ നേതാക്കൾ അഭിസംബോധന ചെയ്ത ശേഷം പിന്നീട് എങ്ങനെയായിരിക്കും ഈ സമരത്തിന്റെ ഗതി എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നേരത്തെ വലിയ തോതിലുള്ള പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള SFI പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കാളികളായിരുന്നു. അങ്ങനെയാണ് അവർ ഇവിടേക്ക് എത്തുകയും നേരത്തെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംഘർഷത്തിലേക്ക് വഴിമാറുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയാണ്.
ശരി, കൊച്ചിയിലും സ്ഥിതി ശാന്തമാണ്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന നേതാക്കളുടെ അഭിസംബോധനയ്ക്ക് ശേഷം, സംസാരത്തിന് ശേഷം, പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ശാന്തരായി പിരിഞ്ഞു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലും അങ്ങനെ ഇപ്പോൾ മറ്റ് അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നില്ല, സംഘർഷത്തിലേക്ക് പോകുന്നില്ല. കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രധാനപ്പെട്ട റീജിയണുകൾ, മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ SFIയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് വലിയ പ്രതിഷേധമാണ്. രാജ്യവ്യാപകമായി ഉള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ ഇവിടെയും സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിലും നിരവധി വനിതാ പ്രവർത്തകരും SFI പ്രവർത്തകർ അണിനിരുന്ന സമരമാണ് കണ്ടത്. ഏറെ നേരം സംഘർഷ കലുഷിതമായിരുന്നു. പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാകുന്നു. ബാരിക്കേഡ് തകർത്ത് തള്ളി മാറ്റിയിടാനുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പലയിടത്തെയും കാഴ്ച ഇതായിരുന്നു. ഒരുപാട് പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരുന്നു. തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്ക് നടന്ന മാർച്ചിലാണ് സംഘർഷം ഏറെ നേരം ഉണ്ടായത്. പിന്നീട് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ശാന്തരായി ഇപ്പോൾ പ്രവർത്തകർ പ്രസംഗം ശ്രവിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോയേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് SFI മാർച്ചിനെ ലോക് ഭവന് മുന്നിൽ വേദിയിൽ അഭിസംബോധന ചെയ്തത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ പ്രക്ഷോഭം തുടരും എന്ന ആഹ്വാനമാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം SFI നേതാക്കളും നൽകുന്നത്. വരും ദിവസങ്ങളിലും ക്യാമ്പസുകളിലടക്കം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും മറ്റെല്ലായിടങ്ങളിലും വലിയ പ്രക്ഷോഭം അണിനിരക്കുന്നത്. പ്രക്ഷോഭത്തിലേക്ക് SFI പ്രവർത്തകർ നീങ്ങുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ലോക് ഭവന് മുന്നിൽ. പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിൽ പോലീസ് തീർത്തിരിക്കുന്നത്. പരമാവധി സമീപനം പാലിച്ച് പ്രവർത്തകരെ ശാന്തരാക്കി മുന്നോട്ട് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം തന്നെ ബാരിക്കേഡുകൾ തകർത്തെറിയാനുള്ള ശ്രമങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടായി. ഒരുപാട് വനിതാ പ്രവർത്തകരും ഉണ്ട്. കൊച്ചിയിൽ വനിതാ പ്രവർത്തകരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമൊക്കെ തടഞ്ഞുകൊണ്ട് പ്രക്ഷോഭം ഏറെ നേരം മുന്നോട്ട് പോയി. തിരുവനന്തപുരത്തും സ്ഥിതി രൂക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ ശാന്തരായി പിരിഞ്ഞു പോകുന്നു എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകർ പിൻവാങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിലൂടെ. ഏറെ നേരത്തെ സംഘർഷം സാധ്യത, ഏറെ നേരത്തെ പ്രതിഷേധം അത് അവസാനിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.